പത്തനംതിട്ടയുടെ ജനപ്രതിനിധിയായി ഡോക്ടർ തോമസ് ഐസക് മാറുമെന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണോ എന്ന സംശയമുണ്ട്. വയനാട്ടിൽ ആനി രാജയ്ക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ദേശീയതലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും പത്തനംതിട്ടയിൽ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം.എ. ബേബി പറഞ്ഞു. കഴിഞ്ഞ 3 തവണ എത്തിപ്പിടിക്കാനാകാത്ത വിജയം ഇക്കുറി ഡോക്ടർ തോമസ് ഐസക്കിലൂടെ സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പത്തനംതിട്ടയിൽ LDF. സ്ഥാനാർത്ഥികളിൽ പ്രചരണത്തിലേക്ക് ആദ്യം കടന്നതും തോമസ് ഐസക് തന്നെ. ഇക്കുറി തോമസ് ഐസക്കിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന സന്ദേശമാണ് LDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അണികൾക്ക് നൽകിയത്. കൺവെൻഷൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി ഉദ്ഘാടനം ചെയ്തു. ആനി രാജയ്ക്കെതിരെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ താൻ രാഷ്ട്രീയ സമരത്തിന് സന്നദ്ധനല്ല എന്ന് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തെളിയിക്കുകയാണെന്ന് എം.എ. ബേബി പറഞ്ഞു. BJPക്കും കൂട്ടാളികൾക്കുമെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കേണ്ട ശ്രീമാൻ രാഹുൽ ഗാന്ധി CPIയുടെ സഖാവ് ആനി രാജയ്ക്കെതിരായിട്ട് വയനാട്ടിൽ വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് താൻ രാഷ്ട്രീയ സമരത്തിന് സന്നദ്ധനല്ല എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണോ എന്ന് സംശയമുണ്ട്. ശ്രീമാൻ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ ഒരു സീറ്റിൽ നിന്ന് മത്സരിക്കുകയാണ്. രാജ്യസഭയിലുള്ളവർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്. പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ് ഡോക്ടർ തോമസ് ഐസക് എന്നും പത്തനംതിട്ടയിൽ LDFന്റെ വിജയം ഉറപ്പാണെന്നും എം.എ. ബേബി വ്യക്തമാക്കി. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.